വീണ്ടും വയനാടിനെക്കുറിച്ച് വയനാടിനെ മറക്കാൻ ആവില്ല. കാര്യം ഒന്നും കഴിഞ്ഞിട്ടില്ല. തിരച്ചിൽ തുടരുകയാണ്. ദിവസവും മൃതദേഹങ്ങൾ കിട്ടുന്നു. ഇന്നും പ്രതീക്ഷയാണ് ഓരോ സ്ഥലത്തു നിന്നും സിഗ്നലുകൾ ലഭിക്കുമ്പോൾ. അപ്പോഴും നമ്മോടൊപ്പം ഐസൻ കൂടിയുണ്ട്. ഐസൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പഠനം അവഗണിച്ച സർക്കാർ ഭരണകൂടങ്ങളുള്ളപ്പോഴും വിചിത്രമായ ചില സംഗതികൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് കാലാവസ്ഥാ ഉച്ചകോടി വരെ സംഘടിപ്പിച്ച ഒരു ജില്ലാ പഞ്ചായത്താണ് വയനാട്ടിൻ്റേത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ജൈവ വൈവിധ്യ സംരക്ഷണ പദ്ധതിയായ ജാതിരയുടെ ഭാഗമായി 3 ദിവസത്തെ ഉച്ചകോടി നടത്തിയത്. വിദഗ്ധരെ ഉൾപ്പെടുത്തി ചർച്ചകൾ, യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ സംസാരിക്കാൻ അവസരം ഒക്കെ നടന്നു. അപ്പോൾ ഈ ഉച്ചകോടി നടത്തിയത് എന്തിനായിരുന്നു? ഉച്ചകോടി ഒരു ഉത്സവമായിരുന്നോ? കാലാവസ്ഥ ഉച്ചകോടി ഒരു ഉത്സവമായിരുന്നോ? ഈ ഉച്ചകോടിക്കൊക്കെ 4 വർഷം മുമ്പ് ലഭിച്ച പഠന റിപ്പോർട്ടിൽ നിങ്ങൾ എന്ത് നടപടിയെടുത്തു? നിങ്ങൾ അവിടെ നിന്ന് ആവശ്യപ്പെട്ടോ? ഇനി ഒരു വിദഗ്ധരും ഒരു അധികൃതരും ഒരു ഭരണകർത്താക്കളും ഒരു സാങ്കേതിക വിദ്യയും ഇല്ലാതെ ആ നാട്ടുകാർ വന്ന് പറഞ്ഞില്ലേ നിങ്ങളോട് ഇവിടെ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട്? അവരുടെ സ്വാഭാവികമായി ജ്ഞാനം വെച്ചിട്ട് അവർ പറഞ്ഞില്ലേ മഴ കനക്കുന്നു, ചെറിയ രീതിയിലെങ്കിലും പല ഭാഗങ്ങളിലും മണ്ണൊലിപ്പ് തുടങ്ങിയിരിക്കുന്നു, അപ്പോൾ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞവരെ അടക്കം രാത്രി പൊട്ടിയൊലിച്ചു വന്ന ഈ മലവെള്ളപ്പാച്ചിൽ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് പ്രതികരണമില്ല. നിങ്ങളിപ്പോഴും ഒളിച്ചോടുകയാണ്. ഐസൻ നിയമത്തിൻ്റെ കാര്യം പറഞ്ഞു. അത് പുനരധിവാസത്തിൻ്റെ നിയമമാണ് ഐസൻ പറയാൻ ശ്രമിച്ചത്. പുനരധിവാസത്തിനപ്പുറം ഏർലി വാർണിംഗ് സിസ്റ്റം നടപ്പിലാക്കിയില്ല, അല്ലെങ്കിൽ ഏർലി വാർണിംഗ് സിസ്റ്റം ഞങ്ങൾക്ക് തന്നില്ല എന്ന് രാജ്യസഭയിൽ പോയി കേരളത്തിലെ MP-മാർ പ്രസംഗിച്ച് കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ നോക്കുമ്പോൾ, അത് ദുരന്തം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയം എന്നുള്ളത് മിണ്ടാൻ പാടില്ലാതെ, ജാതി മത രാഷ്ട്രീയ വർണ്ണ ഒരു ഭേദവുമില്ലാതെ ഒരു നാട് മുഴുവൻ ദുരന്ത നിവാരണത്തിനും രക്ഷാപ്രവർത്തനത്തിനും നിൽക്കുമ്പോൾ നിങ്ങൾ ഡൽഹിയിൽ രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങി. അതിനുരുളയ്ക്കുപ്പേരി പോലെ കേന്ദ്രമന്ത്രി ശ്രീ അമിത്ഷാ മറുപടിയും നൽകി. നിങ്ങൾ അവിടെ ഏർലി വാർണിംഗ് സിസ്റ്റം ആവശ്യപ്പെട്ട നിങ്ങളുടെ സർക്കാർ ഇവിടെ എന്ത് വാർണിംഗ് സിസ്റ്റം നടപ്പാക്കാൻ ശ്രമിച്ചു? എന്ത് സാങ്കേതിക വിദ്യയുടെ കുറവാണ് ഇവിടെ ഉണ്ടായിരുന്നത്? എന്ത് ഫണ്ടിൻ്റെ കുറവാണ് ഇവിടെ ഉണ്ടായിരുന്നത്? ഐസൻ, ഈ ചോദ്യങ്ങൾക്ക് കൂടി നമുക്ക് ഇനി മറുപടി കിട്ടേണ്ടതല്ലേ? എത്ര നാൾ ഒളിച്ചോടാൻ കഴിയും ഐസൻ? തീർച്ചയായും ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെ കൃത്യമായി അപഗ്രഥിക്കുന്നതിനൊരു സംവിധാനം, അതിനൊരു സംവിധാനം കുറെ കൂടി കാര്യക്ഷമമായി ഇനിയും നടപ്പാക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോൾ നേരത്തെ പ്രദീപ് പറഞ്ഞതുപോലെ ഈ മണ്ണൊലിപ്പ് അല്ലെങ്കിൽ ഉരുൾപൊട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നത് പല അവരുടെ അനുഭവങ്ങളിൽ നിന്നാണ്. നമുക്കറിയാം അതിന് ശാസ്ത്രീയ അടിത്തറയുണ്ട്. കാരണം ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ ചില വനവാസികളെല്ലാം തന്നെ പറയുന്നത് കേട്ടു, മണ്ണ് ചീഞ്ഞ മണം എന്നാണ് അവർ ഉപയോഗിച്ച ആ ഒരു വാക്ക്. അതായത് മണ്ണിൻ്റെ ഈ ഘടന, അതായത് പാറകൾക്കിടയിലുള്ള മണ്ണിലേക്ക് വെള്ളമിറങ്ങുമ്പോൾ, വർഷങ്ങളായി വെള്ളമിറങ്ങാത്ത പ്രദേശത്തേക്ക് വെള്ളമിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു രാസപരിവർത്തനത്തിൻ്റെ മണം ആ വെള്ളത്തിലെല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട്. അത് ഒരു തിരിച്ചറിവിൻ്റെ ഘടകമാണ്. ആ ഘടകത്തെക്കുറിച്ച് പഠിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു സംവിധാനമോ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് നമ്മുടെ ശാസ്ത്ര സമൂഹത്തിൻ്റെ ഒരു വീഴ്ച തന്നെയാണ്. എങ്കിലും ഇത്തരത്തിൽ ഓരോ ഘടകങ്ങളെക്കുറിച്ചും കൃത്യമായി അന്വേഷിച്ചറിയുന്നതിനും അതിനനുസരിച്ച് ഇൻസ്റ്റൻറ്റ് റെസ്പോൺസ് ചെയ്യുന്നതിനുമുള്ളൊരു സംവിധാനം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായൊരു വീഴ്ചയായി തന്നെ നമുക്ക് കണക്കാക്കാം. കാരണം പഞ്ചായത്ത് അധികൃതരോട് എല്ലാം തന്നെ ഇത്തരത്തിൽ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് അധികൃതർ അവിടെ ഏതെങ്കിലും രീതിയിലുള്ളൊരു താൽക്കാലിക സംവിധാനം ഒരുക്കുകയും ഇവരെയൊക്കെ മാറ്റിപ്പാർപ്പിക്കാൻ ഒരു ശ്രമം നടത്തുകയെങ്കിലും ചെയ്യാൻ ഒരു മുൻകരുതലുണ്ടാകില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ യാഥാർത്ഥ്യം, അതായത് ഈ അനുഭവ പഠനങ്ങളിൽ നിന്നും നാട്ടിൽ നിന്നുമുള്ള സാധാരണ മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും ഉന്നത യൂണിവേഴ്സിറ്റികളുടെ ഗവേഷണങ്ങളിൽ നിന്നും ലഭിക്കുന്ന പഠനങ്ങളുടെ ഉത്തരം ഒന്ന് തന്നെയാണ്. അതായത് ആ അനുഭവത്തിൻ്റെ ശാസ്ത്ര സത്യങ്ങൾ തന്നെയാണ്. ഇത് കൃത്യമായി ഐസനിലേക്ക് വരാം.